ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വികസന പാതയിൽ മുന്നേറാൻ ഒറ്റപ്പാലം. നിരവധി പദ്ധതികൾക്ക് തുടക്കമിട്ടതായി നഗരസഭ. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾക്ക് തുടക്കമായി. നഗരസഭ ഭരണസമിതിയുടെ കീഴിൽ നടപ്പാക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഒറ്റപ്പാലത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന ഒന്നാണെന്ന് അധികൃതർ അറിയിച്ചു. 5,38,00,000 രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അത്യാധുനിക സാംസ്കാരിക നിലയം നഗരത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകും. കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സ്ഥിരം വേദിയാകുന്ന ഈ നിലയം നഗരത്തിന്റെ അഭിമാന പദ്ധതിയാകുമെന്നാണ് ഭരണസമിതിയുടെ കണക്കുകൂട്ടൽ. അതോടൊപ്പം ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാലാട്ട് ബൈപ്പാസ്, കിഴക്കേത്തോട് പാലം എന്നീ പ്രധാന പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ഇവ പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് ഗണ്യമായി കുറയും എന്നാണ് പ്രതീക്ഷ. ഒറ്റപ്പാലം പൊതുപാർക്കിന്റെ വികസനത്തിനായി DTPCക്ക് ആവശ്യമായ സ്ഥലം നഗരസഭ കൈമാറിയിട്ടുണ്ട്. പാർക്ക് നവീകരണത്തിലൂടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ വിനോദവും വിശ്രമ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ലക്ഷ്യം. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ പദ്ധതികൾ ഒറ്റപ്പാലത്തെ വികസനത്തിലേക്ക് കൂടുതൽ മുന്നോട്ട് നയിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ് ACV ന്യൂസിനോട് വ്യക്തമാക്കി. പരിസര പ്രദേശത്തുള്ളവർക്കും വന്നുകൂടാനും ഒത്തുകൂടിയിരിക്കാനും കഴിയുന്ന ഒരു മനോഹരമായ പാർക്കായി ഒറ്റപ്പാലത്ത് മാറാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പ്രവൃത്തിയും വളരെ വേഗത്തിൽ തുടങ്ങാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സ്ഥലം കൈമാറുന്ന പ്രവൃത്തി നഗരസഭ നിർവഹിച്ചിരിക്കുകയാണ്. ഇനി DTPC ആണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. കഴിഞ്ഞ ദിവസം DTPC സെക്രട്ടറിയുമായി സംസാരിച്ചിരുന്നു. പ്രവൃത്തി ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവൃത്തി ജിംനേഷ്യവുമായി ബന്ധപ്പെട്ടാണ്. ജിംനേഷ്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. എയർ കണ്ടീഷൻ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളും ഫ്ലോറിംഗ് മാറ്റ് വിരിക്കുന്ന പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ്സ് വരുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വ്യായാമത്തിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വരുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കായിക വകുപ്പാണ് അതിൻ്റെ പ്രവൃത്തി നടത്തുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ ആ പ്രവൃത്തിയും നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭരണസമിതിയുടെ ഈ കാലത്ത് 2026 ഇത്തരം പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി ഒറ്റപ്പാലത്തെ ഒരു പുതിയ മുഖം ഒറ്റപ്പാലത്തിന് നൽകാൻ കഴിയും വിധത്തിലേക്ക് ഈ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈ ഭരണസമിതിക്കുള്ളത്. അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തോടുകൂടി കിഴക്കേത്തോട് പാലം അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. PUD MLA ആയിരിക്കുന്ന വേളയിൽ 2020-21 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വിഹിതം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പാലം പ്രവൃത്തി പുരോഗമിക്കുന്നത്. പ്രേംകുമാർ MLA പ്രത്യേകമായി ഇടപെട്ടുകൊണ്ട് പാലത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം MLAയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. നഗരസഭ എന്ന നിലയ്ക്കും ആവശ്യമായിട്ടുള്ള സൗകര്യവും സഹായവും നഗരസഭയുടെ ഭാഗത്തുനിന്ന്